ഡെയിലി സ്കിൻ കെയർ ചെയ്തില്ലെങ്കിലും വീക്ക്ലി വൺ ടൈം എങ്കിലും സ്കിൻ കെയർ ചെയ്യാൻ നോക്കണം കേട്ടോ. മാക്സിമം ഡെയിലി തന്നെ നമ്മുടെ സ്കിൻ പ്രിപ്പയർ ചെയ്തെടുക്കുന്നതാണ് നല്ലത്. അതിനൊന്നും സമയമില്ലാത്തവർ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മുടെ സ്കിന്നിനെ ഒന്ന് പരിപാലിക്കാൻ സമയം കൊടുക്കണേ. ഡെയിലി ഫേസ് പാക്കും സ്ക്രബും ഒന്നും ഇടണം എന്നല്ല പറഞ്ഞത്. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇതുപോലെ നമ്മുടെ സ്കിന്നിന് ആവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് ഒന്ന് ക്ലീനപ്പ് ചെയ്തെടുക്കുക. അതാണ് കേട്ടോ ഉദ്ദേശിച്ചേ. എപ്പോഴും ബ്യൂട്ടി പാർലറിലൊന്നും പോകാൻ സമയം കിട്ടാത്തതുകൊണ്ട് ഞാൻ ആഴ്ചയിൽ ഒരിക്കലൊക്കെ ഇതുപോലെ സ്കിന്നൊന്ന് പ്രിപ്പയർ ചെയ്തെടുക്കാറുണ്ട്. ഇതെൻ്റെ സ്കിൻ കെയർ റുട്ടീൻ്റെ ഭാഗമാണ് കേട്ടോ. ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യുന്നതാണ്. ഇത്തവണ ഫേസ് പാക്ക് ഇട്ടപ്പോൾ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് തന്നെ കാണാൻ നോക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി തരണേ. ഓരോ ആഴ്ചയിലും വെറൈറ്റി ഫേസ് പാക്കുകളാണ് കേട്ടോ ഞാൻ ട്രൈ ചെയ്യാറുള്ളത്. ഇത്തവണത്തെ നമ്മുടെ ഫേസ് പാക്കിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് മഞ്ചിഷ്ട പൗഡറും തൈരുമാണ് കേട്ടോ. തൈരിന് പകരം ഇവിടെ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. നോർമൽ വാട്ടർ ആയാലും റോസ് വാട്ടർ ആയാലും യൂസ് ആക്കാം. ഈ പറഞ്ഞ മഞ്ചിഷ്ട പൗഡർ എവിടെ കിട്ടും എന്നാണ് നിങ്ങൾ ആലോചിക്കുന്നതെങ്കിൽ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ആയുർവേദശാലകളൊക്കെ ഉണ്ടല്ലോ, അവിടെ കിട്ടൂട്ടോ ഈ പറഞ്ഞ സാധനം. ഒരു പാക്കറ്റിന് 50 രൂപ എന്തോ ആണ് കേട്ടോ വരുന്നത്. ഡെയിലി സ്കിൻ കെയർ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഈ മഞ്ചിഷ്ട പൗഡർ ഇട്ടിട്ടുള്ള ഫേസ് പാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മുടെ സ്കിന്ന് കുറച്ചും കൂടി ബ്രൈറ്റ് ആവാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ആഴ്ചയിലെ സ്കിൻ കെയറിൽ എൻ്റെ നെയിൽ കട്ടിങ് ആൻഡ് ക്ലീനിങ്ങും കൂടി നടക്കുന്നുണ്ട് കേട്ടോ. അതാണ് ഞാൻ കാണിച്ചത്. ഓൾറെഡി ഇട്ടിരുന്ന നെയിൽ പോളിഷ് എല്ലാം റിമൂവ് ചെയ്ത് നഖത്തിനെ ഒന്ന് ശ്വസിക്കാനായിട്ട് കുറച്ച് നേരം അനുവദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് ചെറുതായിട്ടൊരു ന്യൂഡ് കളറായിട്ടുള്ളൊരു നെയിൽ പോളിഷ് അപ്ലൈ ചെയ്ത് കൊടുത്തേക്കുന്നത്. ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യണേക്കാട്ടി മുന്നേ തന്നെ എൻ്റെ ഹെയറിൽ ചെറിയ രോമങ്ങളൊക്കെ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് കാർമസിയുടെ ഫേഷ്യൽ ഹെയർ റിമൂവറാണ് കേട്ടോ. ഇതൊരു പാക്കറ്റിൽ 3 വരുന്നുണ്ട് കേട്ടോ. 200 രൂപയ്ക്ക് താഴെയാണ് കേട്ടോ ആ ഒരു 3 റേസേഴ്സും ഒരു പാക്കറ്റിൽ നമുക്ക് കിട്ടുന്നത്. ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഐറ്റം വളരെ യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നി കേട്ടോ. ഈ ഒരു റേസറിനെ കുറിച്ചിട്ട് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാമേ. സ്കൂളിലൊക്കെ പഠിക്കുന്ന ടൈമിൽ ഫേസിൽ ഈ ചെറിയ രോമങ്ങളൊക്കെ കളയാൻ നമ്മുടെ സാധാരണ ബ്ലേഡില്ലേ, അത് യൂസ് ചെയ്ത് കുറേ തവണ മുറിഞ്ഞിട്ടൊക്കെ ഉണ്ട് കേട്ടോ. ആ ബ്ലേഡൊക്കെ വളരെ സൂക്ഷ്മതയോടുകൂടി തന്നെയാണ് ഞാൻ പണ്ടൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാലും എങ്ങനെയെങ്കിലുമൊക്കെ ക്രാക്ക് ആവാറുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ബിഗിനേഴ്സിന് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഈ കാർമസിയുടെ ഫേഷ്യൽ ഹെയർ റിമൂവർ റേസേഴ്സ്. ഈ ഒരു റേസർ നിങ്ങൾ ഇതുവരെയും വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. ഡിസ്ക്ലെയിമർ, ഇതൊരു പ്രൊമോഷൻ വീഡിയോ അല്ല. ഞാൻ കുറേ കാലം കൊണ്ട് യൂസ് ചെയ്യണ ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. മെയിനായിട്ട് ഇതിൻ്റെ ബ്ലേഡ് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് വരുന്നത്. ഈസി ഗ്ലൈഡിങ്ങും ആണ്. അതുപോലെ തന്നെ സിക്സാക്ക് പാറ്റേണിൽ വരുന്നതുകൊണ്ട് പെട്ടെന്നൊന്നും ക്രാക്ക് ആവാൻ ചാൻസ് ഇല്ല കേട്ടോ. പിന്നൊരു കാര്യം പറയാൻ വിട്ടുപോയിട്ടോ. ഈ ഒരു റേസർ യൂസ് ചെയ്യണേക്കാട്ടി മുന്നേ തന്നെ നമ്മുടെ ഫേസ് സ്കിൻ നല്ലപോലെ ഒന്ന് വെറ്റാക്കി വെക്കണം കേട്ടോ. ഒന്നുകിൽ നല്ലപോലെ ഫേസ് വാഷ് ചെയ്തിട്ടിരിക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ടോണറോ മോയ്സ്ചറൈസറോ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അതുമല്ലെങ്കിൽ ഫേസ് വാഷ് യൂസ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഈ ഒരു റേസർ വെച്ചിട്ട് സ്കിൻ ഹെയർ റിമൂവ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഈ ഒരു റേസറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു പ്രൊട്ടക്റ്റീവ് ക്യാപ്പും കൂടെ വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ആഫ്റ്റർ യൂസ് ചെയ്തതിന് ശേഷം അത് ക്ലീൻ ചെയ്തിട്ട് നല്ല രീതിക്ക് തന്നെ ക്ലീൻ ചെയ്യണം കേട്ടോ. ക്ലീൻ ചെയ്തതിന് ശേഷം നല്ലൊരു സ്റ്റോറേജ് ബോക്സിൽ നിങ്ങൾക്ക് സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണേ. നെക്സ്റ്റ് ഞാൻ നമ്മുടെ ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. തൈര് നല്ലപോലെ തണുത്തിരിക്കുകയായിരുന്നു. ഒരു ഉച്ചര കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു ഫേസ് പാക്ക് ഇട്ട് കൊടുത്തത്. അതുകൊണ്ട് തന്നെ നല്ല തണുപ്പുണ്ടായിരുന്നു. നല്ല കൂളിംഗ് എഫക്റ്റ് ആയിരുന്നു കേട്ടോ ഈ ഫേസ് പാക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നേ.
മെയിനായിട്ട് എനിക്ക് 2-3 കാര്യം കൂടി ഈ സ്കിൻ കെയർ റുട്ടീനിൽ പറയാനുണ്ട്. മെയിനായിട്ട് നമ്മൾ ഇതുപോലുള്ള ഫേസ് പാക്കുകൾ അപ്ലൈ ചെയ്യുമ്പോൾ ഒരുപാട് നേരം ഇങ്ങനെ മസാജ് കൊടുക്കാതിരിക്കുക കേട്ടോ. മസാജ് ചെയ്യുന്നത് വളരെ സോഫ്റ്റായിട്ടും ജെൻറ്റിൽ മസാജ് കൊടുക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഫേസ് പാക്കുകൾ നമ്മുടെ സ്കിന്നിന് സ്യൂട്ടാകുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം കേട്ടോ ചൂസ് ചെയ്യാനായിട്ട്. അതിലേറെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് കൺസിസ്റ്റൻസിയാണ് കേട്ടോ. എന്ത് കാര്യം ചെയ്താലും ഡെയിലി സ്കിൻ കെയർ ആണെങ്കിലും വീക്ക്ലി സ്കിൻ കെയർ റുട്ടീൻ എന്ന് പറഞ്ഞാലും കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല. സിമ്പിളായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 100% റിസൾട്ട് നമുക്കും കാണാൻ പറ്റും കേട്ടോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ. നെക്സ്റ്റ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ പെട്ടെന്ന് കാണാനായിട്ട് ആ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ബായ്.